അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ശഅബാൻ മാസത്തിന്റെ സവിശേഷതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചപ്പോൾ അമൽ സ്വാലിഹാത്തുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പണം ചെയ്യപ്പെടുന്നൊരു മാസമാണ്, സമയമാണ് അത് എന്നാണ് നബി പറയുകയുണ്ടായത്. അപ്പോൾ ഞാനൊരു നോമ്പുകാരനായിരിക്കെ എൻ്റെ അമൽ സാലിഹാത്തുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പണം ചെയ്യട്ടെ എന്നാഗ്രഹിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ നോമ്പിൻ്റെ ശഅബാനിലെ നോമ്പ് ധാരാളമായി അനുഷ്ഠിക്കുന്നതിനെ സംബന്ധിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടിയായി പറയുകയുണ്ടായത്. ധാരാളമായി നോമ്പനുഷ്ഠിക്കാവുന്ന സമയമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശീലിച്ചു വന്നിട്ടില്ലാത്തതോ തുടരുന്നില്ലാത്തതോ ആയിട്ടുള്ള ധാരാളം നോമ്പുകളുണ്ട്. തിങ്കളാഴ്ചകളിലെയും വ്യാഴാഴ്ചകളിലെയും നോമ്പുകൾ, അതോടൊപ്പം തന്നെ അയ്യാമുൽ ബീദിൻ്റെ 13, 14, 15 ദിവസങ്ങളിലെ നോമ്പുകളൊക്കെ സർവ്വസാധാരണമായി നമ്മൾ അശ്രദ്ധമാക്കാറുള്ള നോമ്പുകളാണ്. ഇതൊക്കെ അനുഷ്ഠിക്കുവാനും നാളത്തെ അതിഥി അഥവാ റമദാനിനെ സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിനും നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു നടപടിയായിരിക്കും. അത് ഏറ്റവും സച്ചരിതമായൊരു സൽക്കർമ്മമായിരിക്കുകയും ചെയ്യും. കൂടാതെ ധാരാളം സുന്നത്തുകൾ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒരു ദാസനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയം എന്ന് പറയുന്നത് അവനിൽ അള്ളാഹു നിർബന്ധമായി കൽപ്പിച്ചിട്ടുള്ള ഫർദ് നമസ്കാരങ്ങൾ അതിൻ്റെ സമയങ്ങളിൽ നിർവഹിക്കുമ്പോഴാണ് എന്ന് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിന്റെ വളരെ പ്രസക്തമായ ഒരു ഭാഗം ഇങ്ങനെ കൂടിയാണ്: എന്നാൽ അവൻ എന്നിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും ഈ ഫർദ് നമസ്കാരത്തിന്റെ നിർവഹണത്തിന് പുറമെ സുന്നത്തായ കർമ്മങ്ങൾ നിർവഹിക്കുക വഴി. അങ്ങനെ ഞാൻ അവനെ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറും. അങ്ങനെ ഞാൻ അവന് പ്രിയപ്പെട്ടവനായി കഴിഞ്ഞാലോ അവൻ കാണുന്ന കണ്ണും അവൻ കേൾക്കുന്ന ചെവിയും അവൻ സഞ്ചരിക്കുന്ന കാലും അവൻ പ്രവർത്തിക്കുന്ന കൈകളും എല്ലാം ഞാനായി മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിവര്യന്മാരെ പഠിപ്പിക്കുന്ന ഈ ഖുദ്സിയായ ഹദീസിൽ നിന്ന് സൽക്കർമ്മങ്ങളുടെ വർധനവും സുന്നത്തുകളുടെ വർധനവും അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രിയവും കൂടുതൽ നമ്മൾക്ക് നേടിയെടുക്കുന്നതിന് നമ്മളെ പ്രാപ്തമാക്കുന്നതാണ്. സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പണം ചെയ്യപ്പെടുന്ന ഈ മഹനീയമായ ദിനരാത്ര സാഹചര്യങ്ങളിൽ പരമാവധി ഇത്തരത്തിൽ നോമ്പനുഷ്ഠാനം വഴിയും സുന്നത്ത് നമസ്കാരങ്ങൾ വഴിയുമെല്ലാം അള്ളാഹുലേക്ക് അടുക്കുവാനും അള്ളാഹുവിന് പ്രീതിപ്പെട്ട സൽക്കർമ്മങ്ങളിൽ വ്യാപൃതമാകാനും നാം ഓരോരുത്തരും യത്നിക്കുക. റബ്ബ് സുബ്ഹാനഹു അതിന് നാം എവരെയും തുണക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.